സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ പറഞ്ഞത് തന്നെ ചെയ്തു. ഇറാന്റെ 6 റൗണ്ട് ആക്രമണത്തിൽ ഇസ്രയേൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതിലൂടെ ഇറാൻ കൃത്യമായ സന്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. സഖ്യകക്ഷികളിൽ ആരെ തൊട്ടാലും തിരിച്ചടിക്കും. അതാണ് ഇസ്രയേലിൽ കണ്ടത്. ഇസ്രയേലിന്റെ വ്യോമതാവളങ്ങളെയും ഊർജ കേന്ദ്രങ്ങളെയുമാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 20ഓളം ഇസ്രയേലികൾക്ക് ഇറാൻ ആക്രമണങ്ങളിൽ പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ശക്തി ഇല്ലാതായെന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഇറാൻ വിപ്ലവസേന നൽകിയത്. ബെയ്റൂട്ടിൽ തൊട്ടാൽ തിരിച്ചടി ഉറപ്പെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ മുന്നറിയിപ്പ് കണക്കിലെടുക്കാതെ ഇസ്രയേൽ ഇന്നലെ രാത്രി ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഓപ്പറേഷൻ നാസർ നടപ്പാക്കി. ഇതോടെ ട്രംപിന്റെ നിർദ്ദേശത്തെ പോലും തള്ളി ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തി. എന്നാൽ ഇറാൻ വീണ്ടും ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകി. യമനിലെ ഹൂതികളും ഇസ്രയേലിനെതിരെ മിസൈൽ തൊടുത്തു. മാത്രമല്ല ഇസ്രയേൽ കപ്പലുകളെ ചെങ്കടലിൽ തടയുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയ കാര്യം ഇതിനിടയ്ക്ക് നടക്കുന്നത് ട്രംപ് നെതന്യാഹു തർക്കം കൂടുതൽ രൂക്ഷമായി പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പരസ്യമായി വരുന്നു എന്നതാണ്. താൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും നെതന്യാഹു ഇറാനെ ആക്രമിച്ചതിൽ ട്രംപ് അതീവ ദേഷ്യത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നെതന്യാഹുവിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അവനല്ല, അതായത് നെതന്യാഹു അല്ല എന്നാണ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത്. കാര്യങ്ങൾ വഷളാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നെതന്യാഹു ആക്രമണം നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ കൂടുതൽ ശക്തി ആർജിച്ചു എന്നതടക്കമുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളെ നമുക്ക് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിലെ പ്രധാന വ്യോമസേനാ താവളങ്ങളെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ഊർജ്ജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ മഴ തന്നെ സൃഷ്ടിച്ചത്. ഏറ്റവും ഒടുവിൽ ഇറാൻ ആക്രമിച്ചത് ഹൈഫയിലെ പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങളെയാണ്. ഇറാനിലെ മഹ്ഷറിലുള്ള കാരുൻ പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഹൈഫയിലേക്ക് മിസൈൽ തൊടുത്തത്. ഖൈബർ ഷെക്കാൻ ഖൊറാം ഷെഹർ 4 മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് അവിടുത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു എന്ന് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിവിലിയൻ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ കളി അപകടമാണെന്നും ഇത് തുടർന്നാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ ഊർജ്ജ താവളങ്ങളും തങ്ങളുടെ ലക്ഷ്യമായി മാറുമെന്നും ഇറാൻ ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളിൽ കനത്ത നാശം ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പതിവ് പോലെ അത് സമ്മതിച്ചു തരാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. എല്ലാ മിസൈലുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഇസ്രയേൽ ഇതുപോലെ ഈ ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ വീണിട്ടില്ല എന്ന് തന്നെ പറഞ്ഞ് അത് നിഷേധിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ സിറ്റികളിൽ വരുത്തിയ വലിയ ആഘാതത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് എന്നതും വ്യക്തമാണ്. ഇറാൻ ലക്ഷ്യമിട്ട ഇസ്രയേലിലെ മറ്റു സ്ഥലങ്ങൾ കൂടി ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, നെവാറ്റിൻ വ്യോമത്താവളം. തെക്കൻ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിക്ക് സമീപത്തുള്ളതാണ് ഈ താവളം. പിന്നെ രണ്ടാമതുള്ളത് കെൽനോഫ് വ്യോമത്താവളം. മധ്യ ഇസ്രയേലിലെ ഈ പ്രധാന വ്യോമസേന കേന്ദ്രത്തെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ലക്ഷ്യമിട്ടു. മറ്റൊന്ന് റമത് ഡേവിഡ് വ്യോമത്താവളം. വടക്കൻ ഇസ്രയേലിലുള്ള ഈ താവളത്തിന് നേരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തിയത്. അതിന് കാരണം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ ഇസ്രയേൽ വിമാനങ്ങൾ ഇവിടെ നിന്ന് പറന്നുവെന്നാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവിടേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ 3 താവളങ്ങൾക്കും നാശനഷ്ടങ്ങൾ, വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ജെറുസലേം, ടെൽ അവീവ്, മധ്യ വടക്കൻ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. എന്നാൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 20ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രയേൽ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വന്ന ഇറാന്റെ മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കുന്നതിനിടയിൽ അവയുടെ അവശിഷ്ടങ്ങൾ അയൽരാജ്യമായ ജോർദാന്റെ അതിർത്തിക്കുള്ളിലും പതിച്ചിട്ടുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക ഊർജ്ജ കേന്ദ്രങ്ങളെയും തകർക്കുകയായിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചുള്ള ആക്രമണത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ടെഹ്റാൻ, ഇസ്ഫഹാൻ, തബ്രിസ്, പിന്നെ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ നേരത്തെ സൂചിപ്പിച്ച മഹ്ഷഹർ, പിന്നെ ടെഹ്റാൻ അടുത്തുള്ള കാരജ് നഗരം എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആക്രമണം വലിയ തോതിൽ ഫലം കണ്ടു എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ മഹ്ഷറിലുള്ള കാരുൻ പെട്രോ കെമിക്കൽ പ്ലാന്റിന്റെ ഒരു ഭാഗത്തിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. മറ്റ് ഇസ്രയേൽ മിസൈലുകളെയെല്ലാം
ഇറാന്റെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും എവിടെയും ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ഇസ്രയേലിന് നേരെ കടുത്ത സൈനിക സാമ്പത്തിക നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഹൂതികൾ ടെൽ അവീവ് ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുക്കുകയും ചെയ്തു. അതീവ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു എന്നാണ് ഹൂതി സൈനിക വക്താവ് അറിയിച്ചിട്ടുള്ളത്. ഏപ്രിൽ ആദ്യവാരത്തിന് ശേഷം ഇസ്രയേലിന് നേരെ ഹൂതികൾ നടത്തുന്ന ആദ്യത്തെ മിസൈൽ ആക്രമണമാണ് ഇത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല, ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതായും ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഇസ്രയേലിന് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ്. ഇസ്രയേൽ ഇനിയും ആക്രമണം തുടർന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ ഇനിയും ശക്തമാക്കുമെന്നാണ് ഹൂതികൾ കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ മുതിർന്നാൽ അവരെ വളഞ്ഞുള്ള ആക്രമണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഹൂതികളുടെ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ യുദ്ധവിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഒരു ഭാഗത്തു നിന്ന് ഹൂതികളെങ്കിൽ മറുഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയും ഒപ്പം ഇറാഖിലെ മിലിഷ്യകളും ഇസ്രയേലിനെ ആക്രമിക്കുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും ട്രംപിന്റെ കടുത്ത രോഷപ്രകടനത്തിന് പിന്നാലെ നെതന്യാഹു പത്തിമടക്കിയിരിക്കുകയാണ് എന്ന് പറയാം. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിനും ട്രംപിന്റെ പരസ്യമായ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് ഇസ്രയേൽ സൈന്യം പദ്ധതിയിട്ടിരുന്നു എന്നാണ് സൂചന. എന്നാൽ ട്രംപ് നേരിട്ട് ഇടപെട്ടതോടെ ഇസ്രയേൽ ആ നീക്കം പിന്നീട് ഉപേക്ഷിച്ചു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് നെതന്യാഹുവിനോട് കടുത്ത രോഷത്തിലാണ്. ബെയ്റൂട്ട് ആക്രമിക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് കടുത്ത രോഷത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ആ ഫോൺ കോളിൻ്റെ വാർത്തകൾ നെതന്യാഹുവിന് നാണക്കേടും ഉണ്ടാക്കിയിരുന്നു. എന്നിട്ടും നെതന്യാഹു ബെയ്റൂട്ട് ആക്രമിച്ചു. തുടർന്ന് ഇന്നലെ രാത്രിയോടെ, അതായത് ഞായറാഴ്ച രാത്രിയോടെ ട്രംപ് വീണ്ടും നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ ബെയ്റൂട്ട് ആക്രമിച്ചു, ഇറാൻ നിങ്ങളെ ആക്രമിച്ചു, രണ്ടുപേരും അവരുടെ ഭാഗം കളിച്ചു, ഇനി നമുക്ക് മറ്റൊരു ആക്രമണത്തിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു ട്രംപ് കർശന സ്വരത്തിൽ പറഞ്ഞത്. ഇറാന് ശക്തമായ മറുപടി നൽകണമെന്ന് ഇസ്രയേലി സൈനിക മേധാവികൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് നെതന്യാഹു വാദിച്ചുവെങ്കിലും ട്രംപിൻ്റെ കർശനമായ നിലപാട് ഒടുവിൽ സ്വീകരിക്കുകയായിരുന്നു. നെതന്യാഹു ഇറാനിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് അർത്ഥസമ്മതത്തോടെ മൂളിയെന്നാണ് US ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നിട്ടും ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം പിന്നീട് നടത്തി. തുടർന്നാണ് ഇറാൻ ഇസ്രയേലിലേക്ക് 6 തവണ മിസൈൽ ആക്രമണം നടത്തിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് കടുത്ത നയതന്ത്ര സമ്മർദ്ദവുമായി അമേരിക്ക പിന്നീട് രംഗത്ത് വന്നത്. ഇറാന്റെ ആക്രമണത്തിൻ്റെ ആഘാതവും അമേരിക്കയുടെ ഈ സമ്മർദ്ദവും കാരണമാണ് ഇസ്രയേൽ എല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം നിർത്തിവെച്ച കാര്യം നെതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ നെതന്യാഹുവിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന പറയുന്നത് ട്രംപിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ തൽക്കാലത്തേക്ക് പിന്മാറുന്നു എന്നാണ്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് നെതന്യാഹു അനുസരണക്കേട് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് നയതന്ത്ര വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. അതിൻ്റെ രോഷത്തിലാണ് ട്രംപ് ഫിനാൻഷ്യൽ ടൈംസിനോട് നെതന്യാഹുവിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, അവൻ കരാർ അനുസരിക്കേണ്ടി വരും എന്നൊക്കെയാണ് കടുത്ത ഭാഷയിൽ ട്രംപ് നെതന്യാഹുവിനെതിരെ പ്രയോഗം നടത്തിയത്. അമേരിക്ക ഇറാനുമായി ഉണ്ടാക്കാൻ പോകുന്ന സമാധാന കരാർ അംഗീകരിക്കുകയല്ലാതെ നെതന്യാഹുവിന് മറ്റു വഴികളൊന്നും മുന്നിലില്ല എന്നുള്ള കാര്യമാണ് ട്രംപ് ഓർമ്മിപ്പിച്ചത്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ കർശനമായ ശാസനകളെയും വ്യക്തിപരമായ കടുത്ത വാക്കുകളെയും നെതന്യാഹു പരസ്യമായി അവഗണിച്ചത് ട്രംപിൻ്റെ അപ്രമാദിത്വത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത്. ഇസ്രയേലിനുള്ള അമേരിക്കയുടെ സൈനിക സഹായങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കണമെന്നും അല്ലെങ്കിൽ കർശനമായ നിബന്ധനകൾക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യങ്ങൾ അമേരിക്കയിൽ വളരെ ശക്തിയായി ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. നെതന്യാഹു അമേരിക്കൻ താൽപ്പര്യങ്ങളെയും സമാധാന ശ്രമങ്ങളെയും തകിടം മറിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് നൽകി വരുന്ന അത്യാധുനിക ആയുധങ്ങളുടെയും ഫണ്ടിങ്ങിൻ്റെയും വിതരണം ഉടൻ നിർത്തിവെക്കണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളും പ്രോഗ്രസീവ് വിഭാഗവും ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ട്രംപിനെ അനുസരിക്കാത്ത ഒരു ഭരണകൂടത്തിന് എന്തിനാണ് അമേരിക്ക പണം നൽകുന്നത് എന്ന ചോദ്യം റിപ്പബ്ലിക്കൻ ക്യാമ്പുകളിൽ നിന്നും, അതായത് ട്രംപിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. താൻ വിചാരിച്ചാൽ ഇസ്രയേലിനുള്ള ആയുധ സഹായങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കാൻ കഴിയുമെന്ന് ട്രംപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുമുണ്ട്. നെതന്യാഹുവിനോടുള്ള കടുത്ത ദേഷ്യം കാരണം US നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതുവരെ ചില പ്രത്യേക ആയുധ കൈമാറ്റങ്ങൾ വൈകിപ്പിക്കുകയോ തടയുകയോ ചെയ്യാനുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ട്രംപ് നീങ്ങിയേക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.
ഇറാനാണെങ്കിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങി എന്നതും നമ്മൾ നോക്കിക്കാണണം. തങ്ങളുടെ പ്രോക്സികളിൽ ആരെയെങ്കിലും തൊട്ടാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ, അതായത് ഇറാൻ തന്നെ നേരിട്ട് തിരിച്ചടിക്കുമെന്നുള്ളതാണ് ഇറാൻ ഈ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ വ്യക്തമാക്കുന്നത്. സഖ്യകക്ഷികളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേലിനുണ്ടായ അനുഭവം ഉണ്ടാകും. അതായത് ലബനനെ പ്രതിരോധിക്കാൻ നടത്തിയ ആക്രമണം വെറുമൊരു സൈനിക പ്രതികരണമല്ല എന്നും മറിച്ച് അതൊരു തന്ത്രപരമായ നയപ്രഖ്യാപനമാണ് എന്നുമാണ് ഇറാൻ നേതാക്കൾ പുതിയതായി പറയുന്നത്. ഹിസ്ബുള്ള ഉൾപ്പെടുന്ന പ്രതിരോധ അച്ചുതണ്ടിലെ ഏതൊരു വിഭാഗത്തിന് നേരെ ആക്രമണം ഉണ്ടായാലും അതിന് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള മറുപടി നൽകുമെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ സംഘർഷങ്ങൾ അതിന് തടസ്സമാകില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഏറ്റവും ഒടുവിൽ കുറിച്ചിട്ടുള്ളത്. ഇസ്രയേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ സാമ്പത്തിക സ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സാമ്പത്തിക വിദഗ്ധരെല്ലാം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ധനശേഖരം അപകടകരമായി കുറഞ്ഞ കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുകൊണ്ട് ഒക്കെ തന്നെയാണ് ട്രംപ് സംയമനത്തിൻ്റെ പാതയിലേക്ക് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഇനി ഇസ്രയേൽ ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ച് ഇറാനെ ആക്രമിക്കുമോ, ഇറാൻ തിരിച്ച് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ള ആശങ്ക പശ്ചിമേഷ്യയിലാകെ ഉണ്ട്. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം. പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.